എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 4 വയസ്സായുള്ള ഒരു കുട്ടിയുടെ അളവിൽ അംബ്രല മോഡലിൽ ബോക്സ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഫ്രോക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം. 2 മീറ്ററാണ് ഞാൻ ഫാബ്രിക് എടുത്തിട്ടുള്ളത്, 1.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. നമ്മൾ അംബ്രല മോഡലിലുള്ള ബോക്സ് പ്ലേറ്റ് ആയിട്ടുള്ള ഫ്രോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്ലോത്ത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ മെറ്റീരിയൽസ് എടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഗിൾ ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ആംഗിൾ ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ആ മടക്കിയിട്ട സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമല്ല, അല്ലാണ്ട് ആ ആംഗിൾ ആയിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് പാരലൽ ആയിട്ട് വെക്കുന്നത്. അതായത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ പാരലൽ ആയിട്ട് വെക്കുന്നത്. അവിടെയാണ് ഇനി അളവ് മാർക്ക് ചെയ്യേണ്ടത്. സാധാരണ അംബ്രല മോഡൽ ചെയ്യുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ബോക്സ് പ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് എന്താണെന്ന് പറയാം. ആദ്യം കുട്ടീന്റെ വേസ്റ്റിന്റെ അളവ്, അതായത് ഇപ്പൊ ഒരു ഫ്രോക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും ആയിട്ട് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റിന്റെ ഭാഗത്തുള്ള അളവ് നമ്മളിവിടെ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മുകളിലൊരു ഭാഗവും താഴെ ഒരു ഭാഗവും, അങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് വേസ്റ്റ് ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ വേസ്റ്റിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. ഇവിടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 5.25 ആണ് നമുക്ക് കിട്ടുക. കറക്റ്റ് അളവ് എടുക്കുക കേട്ടോ. നമ്മളത് റൗണ്ട് ഫിഗർ ഒന്നും ആക്കരുത്. നമുക്ക് കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് ആ അളവ് കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പൊ 5.25 ആണ് നമുക്ക് കിട്ടുന്നത്. അതേ ഇൻറ്റു 3 ചെയ്യാം. കാരണം നമ്മൾ ബോക്സ് പ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധാരണ വിടുത്ത് പോരാ, നല്ല വൈഡ് ആയിട്ടുള്ള വിടുത്ത് വേണം. കാരണം നമുക്ക് നല്ല രീതിയിൽ ചെയ്യണ്ടേ. സാധാരണ പ്ലേറ്റ് പോലെയല്ല, ബോക്സ് പ്ലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് എന്ന് വെച്ചാൽ അതിന്റെ 3 മടങ്ങ് നമ്മൾ എടുക്കും. അതുകൊണ്ട് ഇവിടെ 5.25 ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന അളവ് 15.75 ആണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആയിട്ടും കൂടി കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തുണി 4 ആക്കി മടക്കിയിട്ടത് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്തത്. ആ ഡിവൈഡഡ് ബൈ 4 ചെയ്തപ്പോൾ നമുക്ക് 5.25 ആണ് കിട്ടിയത്. അതേ ഇൻറ്റു 3 ചെയ്യുന്നു നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലീറ്റിന് വേണ്ടിയിട്ടാണ് 3 ചെയ്തത്. എക്സ്ട്രാ 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് ആയിട്ടും കൊടുക്കും. എന്നിട്ട് ആ അളവ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. കറക്റ്റ് ആയിട്ട് നമ്മുടെ അളവ് എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതായത് കൂട്ടിയും കുറച്ചൊന്നും മാർക്ക് ചെയ്യരുത്, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നുള്ളൂ. ബാക്കി നമ്മൾ അംബ്രല കുർത്തി ചെയ്യുന്ന അല്ലെങ്കിൽ അംബ്രല മോഡലിൽ ഫ്രോക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇനി താഴേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ചെരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട. ഇനിയിപ്പോ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ പ്രില്ലിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ചെയ്താൽ നല്ലതാണ്. ആ ഒരു ഷേപ്പ് ഉണ്ടാകുമ്പോൾ കാണാൻ നല്ലതാണ് കേട്ടോ. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ എൻഡ് പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. ആ 1 ഇഞ്ച് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ എക്സ്ട്രാ വരാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത്, അതായത് ഫ്രോക്കിന് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിന് യോക്ക് എത്രയാന്ന് വെച്ചാൽ അത് മൈനസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ 8 ഇഞ്ചാണ് യോക്ക് കൊടുക്കുന്നത്. ടോട്ടൽ ലെങ്ത് ആയിട്ട് 27 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 27 മൈനസ് 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് 19 ഇഞ്ചാണ് കിട്ടുക. ഈ 19 ഇഞ്ചിനോടൊപ്പം 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ 20.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടി വരിക. ആ 20.5 ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഡോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചേർത്ത് വരച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് സൈഡിൽ ക്ലോത്ത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ പീസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, കൊടുക്കണ്ട. ഇതേ അളവ് പ്രകാരം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് തുണി 4 ആക്കി മടക്കിയിട്ട സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ടും തുണി 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. തുണി ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വേസ്റ്റിന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ അതേ ഡിവൈഡഡ് ബൈ നമ്മൾ 4 ചെയ്ത സമയത്ത് 0.25 ആണ് നമുക്ക് കിട്ടിയത്. ഇൻറ്റു നമ്മൾ 3 ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 3 ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ളത് കൊണ്ട്. നമുക്ക് പ്ലീറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 5.25 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 6.25 മാർക്ക് ചെയ്താൽ മതി കേട്ടോ. 6.25 മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നേരത്തെ നിങ്ങൾ 1 ഇഞ്ചിൽ ഇതേ സ്ലോപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ 1 ഇഞ്ചിൽ സ്ലോപ്പ് ചെയ്ത് വരയ്ക്കാം. ലെങ്ത് മാർക്ക് ചെയ്യുക. ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോക്കിന് എടുത്തിട്ടുള്ള ലെങ്ത്തിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് ലൈനിങ്ങിന് ലെങ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക.
നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള 2 പോയിന്റിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലെ പീസും താഴെ വരുന്ന പീസിലും നമുക്ക് യോക്കും അതുപോലെ തന്നെ സ്ലീവും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത പീസ്, അതായത് നമ്മൾ സെന്ററിൽ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അംബ്രല പീസ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് സൈഡിൽ ഒരു അറ്റത്തുനിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം 3 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് കൊടുത്താൽ മതിയാവും കേട്ടോ. കറക്റ്റ് 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയി തന്നെ കിട്ടും. ഇനി അഥവാ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പ്ലേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് ഒന്ന് പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. പിൻ കുത്തി ആദ്യമേ ഒന്ന് പിൻ കുത്തി വെച്ചാൽ എളുപ്പമാണ് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം 1 ഇഞ്ച് കഴിഞ്ഞ അടയാളപ്പെടുത്തിയ ആ പോയിന്റ് അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഇതേപോലെ പിടിച്ചിട്ട് രണ്ടാമത്തേതല്ല 3-ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് മുകൾ വശത്ത്, അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും 3 ഇഞ്ച് പ്ലീറ്റ് ഉണ്ടാവും, ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും 3 ഇഞ്ച് പ്ലീറ്റ് കറക്റ്റ് ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് അടുത്തത് നമ്മൾ ഫോൾഡ് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഈ പിൻ കുത്തിയത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത് അവസാന ഭാഗത്തും നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് നമ്മുടെ സീം അലവൻസ് ആണ്. അപ്പൊ കറക്റ്റ് ഇതേപോലെ നമ്മൾ പിൻ കുത്തിയത് പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അതിന് താഴെയായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ്ങും കൂടി ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിൽ പ്ലീറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പീസിൽ മാത്രമേ പ്ലീറ്റ് ഉള്ളൂ. ലൈനിങ് നമ്മൾ പ്ലെയിൻ ആയിട്ട് അംബ്രല മോഡലിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ പീസിലാണ് ബോക്സ് പ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള യോക്ക് കട്ട് ചെയ്യാം. യോക്കിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് ഇതേപോലെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ 8 ഇഞ്ചാണ് യോക്കിന് ലെങ്ത് കൊടുക്കുന്നതെന്ന്. അപ്പൊ അതിന്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ 9 ഇഞ്ചിലാണ് ലെങ്ത് ആയിട്ടാണ് ഞാൻ ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാൻ 5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൂട്ടിയിട്ടാണ് 5.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഫ്രണ്ടിലേക്കുള്ള ആദ്യം ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ആം ഹോൾ വ്യത്യസ്തമായിട്ട് വരയ്ക്കേണ്ട, ബാക്കിൽ ആം ഹോൾ മാത്രം വരച്ചാൽ മതി കേട്ടോ. സ്ലീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ആം ഹോളിന്റെ വേരിയേഷൻസ് വരച്ചാൽ മതി. ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 5.75 ആണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് 5 ഇഞ്ചാണ്, അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും ഇതേപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഓൾറെഡി ഞാൻ അംബ്രലയിൽ സ്ലോപ്പ് കൊടുത്തത് കൊണ്ട് യോക്കിൽ ഞാൻ ഇനി സ്ലോപ്പ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ആയിട്ട് 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കിന്റെ ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ച് കൊടുത്തിട്ട് ഞാൻ സ്ക്വയർ നെക്ക് ആണ് വരയ്ക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എന്ത് നെക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പൊ ഞാനിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് സ്ക്വയർ നെക്ക് ആണ് വരയ്ക്കുന്നത്. 2.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുത്തത്, 2.5 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യാം. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിൽ ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നല്ല പഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ 4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ സ്ലീവിന് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ സീം അലവൻസ് അടക്കം 6.5 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. അപ്പൊ ആ വിഡ്ത്ത് ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ലെങ്ത് ആയിട്ട് ഞാൻ 2.5 ഇഞ്ച് ലെങ്ത് കൊടുക്കാനാണ്, അതായത് സ്ലീവിന്റെ ലെങ്ത് 2.5 ഇഞ്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അതിനോടൊപ്പം 1 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ 1 ഇഞ്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നമ്മൾ പൈപ്പിംഗ് പോലെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് 1 ഇഞ്ച് കൊടുത്തത്. താഴെ മടക്കി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം കേട്ടോ. 6.5 ഇഞ്ച് അതുപോലെ തന്നെ 3.5 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ കറക്റ്റ് സ്ലീവിന്റെ വിഡ്ത്തും ലെങ്ത്തും എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 4 ഇഞ്ച് പഫിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യാം.
സാധാരണ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാറില്ല, പക്ഷെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള പഫ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പഫാണ് കിട്ടുക. മാർക്ക് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന പഫ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ബോക്സ് നമ്മൾ പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. രണ്ടാമത് നമ്മൾ വരച്ചിട്ടുള്ളതാണ് കറക്റ്റ് സ്ലീവിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ആം ഹോൾ കുഴിച്ചു വരച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ആം ഹോൾ കുഴിച്ചു വരച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഇതേപോലെ ഒരു ബോക്സ് ആക്കി വിടാതെ ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. അതായത് ഈ ആം ഹോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ആ ബോക്സ് ആയിട്ട് പോകുമ്പോൾ അതൊരു കാണാൻ ഭംഗി ഉണ്ടാവില്ല. പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, ഇതിന്റെ രണ്ടും തമ്മിലുള്ള അലൈൻമെന്റ് ശരിയാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ വരച്ച പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത്, അതായത് എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് മുകളിലും അതുപോലെ തന്നെ താഴത്തും നമ്മൾ ചെറിയ നോച്ച് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് എവിടെ മുതൽക്ക് എവിടെ വരെയാണ് പ്ലീറ്റ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടി. ഇതേപോലെ നമ്മൾ നോച്ചും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്യാം. യോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന്റെ നല്ല വശമാണ്, നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ് വെക്കുന്നത്. ഫ്രണ്ടിലെ പീസിലാണ് നമ്മൾ, അതായത് നല്ല പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്, ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ക്വയർ നെക്ക് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ്ങിലുള്ള ക്ലോത്ത്, അതായത് നല്ല പീസിലാണല്ലോ കറക്റ്റ് അളവ് പ്രകാരം ഇരിക്കുന്നത്, അപ്പൊ ലൈനിങ്ങിൽ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ബാക്കി 4 ഇഞ്ചിൽ വരുന്ന ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മറയ്ക്കുന്ന സമയത്ത് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പീസും ഒരേ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് കൊള്ളേണ്ടത്, നല്ല ക്ലോത്തിലല്ല. അതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ലൈനിങ് അടിവശത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ സെയിം ഇതേ നെക്ക്, അതായത് സ്ക്വയർ നെക്ക് തന്നെയാണ് നമ്മൾ ബാക്കിലേക്കും ചെയ്തത്. അപ്പൊ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിലെ നെക്ക് ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ബാക്കിലെ നെക്ക് ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് സെന്റർ ആക്കി മടക്കിയതിന് ശേഷം ഞാൻ അതിന്റെ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് സെന്റർ ആക്കി അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗവും ഇതേപോലെ ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. കാരണം ലൈനിങ്ങും നല്ല ക്ലോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സിബ് കൊടുക്കുന്ന സമയത്ത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഭാഗത്തും ഇതേപോലെ റാൻഡം ആയിട്ടൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് സിബ് എടുക്കാം. സിബ് എടുക്കുന്ന സമയത്ത് ഫൂട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, സിബർ ഫൂട്ടർ വെക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫൂട്ടർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ മുകളിൽ കുറച്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിന്റെ അടിവശത്തായിട്ട് സിബ് വരുന്ന രീതിയിൽ വെക്കുക. വെക്കുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇതേപോലെ ക്ലോത്ത് മടക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ രണ്ട് ഭാഗവും ഒരേപോലെ വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക, നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഫൂട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യം ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യാം. 1/4 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോയി കഴിഞ്ഞാൽ ആ സിബ് കറക്റ്റ് ആയിട്ട് നിൽക്കില്ല. അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഫൂട്ടർ ഒന്ന് മാറ്റി കൊടുക്കണം, എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സിബ് ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുക്കാം. സ്ലീവിന്റെ രണ്ട് സൈഡിൽ, അതായത് മുകളിലും താഴത്തും നമ്മൾ ഇതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെ മുതൽക്ക് എവിടെ വരെയാണ് നമുക്ക് പ്ലീറ്റ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഭാഗത്ത് പ്ലീറ്റ് ഇടുക. പ്ലീറ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുകളിൽ എത്ര പ്ലീറ്റ് ഇട്ടിട്ടുണ്ടോ അത്ര തന്നെ പ്ലീറ്റ് താഴത്തും ഇടുക. അതിപ്പോൾ മുകളിൽ ഒരു 8 പ്ലീറ്റ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത്ര തന്നെ പ്ലീറ്റ് താഴെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ മുകളിൽ 8 പ്ലീറ്റും അതുപോലെ തന്നെ താഴെയും 8 പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലെ 1.5 ഇഞ്ച് വിടുത്തുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം താഴ്വശത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെ നമുക്ക് ക്രോസ് പീസിന്റെ ആവശ്യമില്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനേ ഉള്ളൂ. അതുകൊണ്ട് സ്ട്രെയിറ്റ് പീസ് എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. മറിച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യില്ലേ, സെയിം അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ല ഫാബ്രിക്കിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ. ആ സ്ലീവിന് നമ്മൾ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ച് കൊടുത്തതുകൊണ്ട് നല്ല പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, പതിഞ്ഞല്ല ഇരിക്കുന്നത്. അപ്പൊ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ യോക്ക് പാർട്ട് എടുക്കുക. അതിന്റെ ഷോൾഡറിന്റെ സെന്ററിൽ നമ്മൾ ഇതേപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവിന്റെ സെന്റർ കൊടുക്കുക. സെന്റർ വെച്ചാൽ നമ്മൾ പ്രില്ലിട്ടിട്ടുള്ള അത്രയും ഭാഗത്തിന്റെ സെന്റർ നമ്മൾ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുത്തിട്ട് വേണം ഇതേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. പിൻ കുത്തി കൊടുക്കണമെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. എന്നിട്ട് ആദ്യം സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക 2 സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷോൾഡറും സ്ലീവും എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കണം. കാരണം വിട്ടുപോകാൻ കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് എപ്പോഴും കൊടുത്തിട്ട് ലോക്ക് ചെയ്യണം. ഇനി നമുക്ക് യോക്ക് പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് മടക്കിയിട്ട് അത് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഒരു സൈഡ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അളവ് പ്രകാരം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഒറ്റ സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതി, 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണ്ട. കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അംബർല എന്ന് പറയുന്നത് ഒരൊറ്റ തുണിയാണ്, 2 തുണിയായിട്ടല്ല ഇരിക്കുന്നത്, ഒറ്റ തുണിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത സെന്റർ ഉണ്ടല്ലോ, ആ സെന്ററിൽ വേണം നമ്മുടെ അംബർലന്റെ സെന്റർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്ലീറ്റ് ഇട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അംബർലന്റെ സെന്റർ ഈ സ്റ്റിച്ച് ചെയ്ത സെന്ററിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. എന്നിട്ട് സെന്റർ ടു സെന്റർ വെച്ചതിന് ശേഷം പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരറ്റത്തു നിന്ന് അടുത്ത അറ്റത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. എന്നിട്ട് ഇനിയും ബാക്കി വരുന്ന ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാം. താഴ്വശം കൂടി മടക്കി തയ്ക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് പ്ലീറ്റ് അംബർല മോഡലുള്ള ഫ്രോക്ക്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടോ അല്ലാണ്ടോ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.